നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകാൻ വേണ്ടി അരുൺ ശങ്കർ ഉണ്ട്. അരുൺ, മിഥുന്റെ അമ്മ എപ്പോഴാണ് എത്തുക? ഇപ്പോൾ ഇവിടെ ബന്ധുക്കൾ ആരൊക്കെയാണുള്ളത്? ജയലക്ഷ്മി 8:55 കൂടി സുജ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. ഇവിടെ നിന്ന് നേരെ ഇപ്പോൾ സുജയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. മരിച്ച മിഥുൻ്റെ സഹോദരനും ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മയ്ക്കൊരു ആശ്വാസമാകട്ടെ എന്ന് കരുതിയാണ് ഇളയ മകനെയും കൊണ്ട് ബന്ധുക്കൾ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, നിങ്ങൾ ആരൊക്കെയാണ് എത്തിയേക്കുന്നത്? ആരൊക്കെയാണ് എത്തിയേക്കുന്നത്? ഞങ്ങൾ പെണ്ണിന് ഈ കുട്ടിയുടെ ചേട്ടത്തിയുണ്ട്, പെണ്ണിന് വരുന്ന കുട്ടിയുടെ ചേട്ടത്തിയുണ്ട്, പിന്നെ അവരെ ബന്ധുക്കളാണ്. പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇത് ഏറ്റവും ഇളയ പയ്യനാണിത്. എങ്ങനെ സർക്കാർ സൗകര്യം ചെയ്തോ? വണ്ടിയൊക്കെ എങ്ങനെയാണ്? വണ്ടിയെല്ലാം അങ്ങനല്ലേ? എല്ലാവരായിട്ട് അറേഞ്ച് ചെയ്തതാണ്. നമ്മളിനി അങ്ങോട്ടുള്ള പോകുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തോണ്ട് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തെ എയർപോർട്ടിൽ ഉദ്യോഗസ്ഥൻ ഞങ്ങൾ വിളിച്ചു. ഞാൻ നമ്പർ തന്നാലും ഞാൻ വിളിച്ചു. അപ്പോൾ ഞങ്ങളെ തിരിച്ച് വിളിച്ച് ഇവിടെ നിന്ന് 9 മണിക്ക് വണ്ടി ലാൻഡ് ചെയ്യും. നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആഹാരം വല്ലതും ജസ്റ്റ് വെള്ളം വല്ലതും കുടിച്ചിട്ട് നിൽക്കാൻ ഞാൻ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പം നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളെ കൊണ്ടുവന്നത്. അങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യും. 9 പുറപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ? ഒരു 12:30. ഇത് നമ്മളവരെ അറിയിച്ചാൽ മതി. എന്ന് അവർ പോലീസിൻ്റെ എസ്കോർട്ട് പോലീസ് എസ്കോർട്ട് ഉണ്ടോ? പെട്ടെന്ന് ചെല്ലാനുള്ള അതിനാ അവർ SPBC എന്നെ കൊല്ലത്ത് SPBC ഇപ്പോൾ 4 പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞ് ഞങ്ങോട്ട് വന്നിരുന്ന വഴിക്ക് തന്നെ എവിടായി എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നേ അവർ. അതുകൊണ്ട് അതിൻ്റെ ഒരു യാത്ര സുഖമാക്കാനുള്ള ഇടപാട്. മകനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനെത്തുന്ന സുജിയെ എത്രയും വേഗം വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ. അതായത് സുജ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ സുജ പോകുന്ന വാഹനത്തിന് എസ്കോർട്ട് ഉണ്ടാകും. എത്രയും വേഗം വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരോട് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇളയ മകന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് ഒരു ആശ്വാസമാകട്ടെ എന്ന് കരുതിയാണ് അവർ ഇളയ മകനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും 8:55 കൂടി സുജയ വഹിച്ചുള്ള വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. കുവൈറ്റിലാണ് സുജയ ജോലി ചെയ്യുന്നത്. 4 മാസം മുൻപാണ് കുവൈറ്റിലേക്ക് പോയത്. അവിടെ ഒരു വീട്ടിൽ ജോലിക്കാരിയായിട്ടാണ് പോയത്. ആ വീട്ടുകാർക്കൊപ്പം തുർക്കിയിൽ വിനോദസഞ്ചാരത്തിനിടയിൽ വെക്കേഷനിൽ പോയ സമയത്താണ് ഈ ഒരു ദുരന്ത വാർത്ത സുജയെ തേടിയെത്തിയത്. പിന്നെ ആ കുടുംബം ഇവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയും കുവൈറ്റിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നാണ് സുജ നാട്ടിലേക്ക് മകനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് എത്തുന്നത്.